ഒടുവിൽ നെതന്യാഹു ഇന്ത്യയെ നാണം കെടുത്തിയിരിക്കുകയാണ്. അമേരിക്ക ഇസ്രായേലിന്റെ ശക്തമായ ഏക സഖ്യകക്ഷിയാണെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദത്തെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. The only powerful ally that I have anywhere left in the entire world. We have some other friends like a small country called India. ഇസ്രായേലിനെ ശക്തമായി പിന്തുണക്കുന്നവരിൽ ഇന്ത്യയുമുണ്ടെന്ന് നെതന്യാഹു. ഈ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ നാണം കെടുത്തുകയല്ലേ? ഇസ്രായേലിന്റെ യുദ്ധഭ്രാന്തിനെ ഈ നാട് പിന്തുണക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ തല കുനിഞ്ഞു പോവുക സ്വാഭാവികം. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച ചേരിചേരാ നയത്തിൽ നിന്ന് എത്രത്തോളം മോദി സർക്കാർ പിന്നോട്ടു പോയി എന്നതിൻ്റെ ഉദാഹരണമാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. തീർന്നില്ല. ഞങ്ങൾക്ക് ഇന്ത്യയെപ്പോലെ മറ്റു ചില സുഹൃത്തുക്കളുണ്ട്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന കൊച്ചു രാജ്യത്തു നിന്ന് ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ലഭിക്കുന്ന പിന്തുണ കണ്ട് അത്ഭുതപ്പെടാറുണ്ടെന്ന് കൂടി നെതന്യാഹു കൂട്ടിച്ചേർത്തു. JD വാൻസിനെ ബഹുമാനിക്കുന്നു. ഞങ്ങൾ വളരെ നല്ല ബന്ധത്തിലാണ്. എന്നാൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഇനി നെതന്യാഹുവിൻ്റെ വാക്കുകൾ കേൾക്കൂ. Secondly, we have some other friends like a small country called India. നെതന്യാഹുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇന്ത്യ എന്ന കൊച്ചു രാജ്യമെന്നാണ് പ്രയോഗം. എന്നാൽ വസ്തുത ഇതാണ്, ഇന്ത്യ ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ്. ഇസ്രായേലിനെ അപേക്ഷിച്ച് ഏകദേശം 158 മടങ്ങ് വലിയ വിസ്തീർണമാണ് ഇന്ത്യക്കുള്ളത്. ഇനി ജനസംഖ്യയോ, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ്. ഏകദേശം 148 കോടി. ഇസ്രായേലിന്റെ ജനസംഖ്യ ഏകദേശം 1 കോടിയോളം മാത്രമാണ്. വസ്തുത ഇതായിരിക്കെ ഇന്ത്യ ഒരു കൊച്ചു രാജ്യമായി നെതന്യാഹുവിന് തോന്നാൻ കാരണം മോദിയും സംഘപരിവാറുകാരും ഇസ്രായേലിന് മുൻപിൽ മുട്ടുകുത്തി നിന്ന് പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാർ ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പലതവണ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മുൻപ് പ്രിയങ്ക ഗാന്ധി നടത്തിയ ഇസ്രായേൽ വിമർശനങ്ങൾക്ക് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി റുവൻ അസാർ ഉൾപ്പെടെയുള്ളവർ മറുപടി നൽകിയത് നാം മറന്നു പോകരുത്. ഇന്ത്യയുടെ പ്രതികരണമാണ് പ്രിയങ്കയിലൂടെ കേട്ടത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനിയെ വധിച്ചതുൾപ്പെടെയുള്ള കാടത്തത്തിനെതിരെ ഈ നാട് ഉയർത്തിയ പ്രതിഷേധം നെതന്യാഹു അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ്. ലോകത്തിനു മുമ്പിൽ നെതന്യാഹു ഒറ്റപ്പെടുകയാണ്. എന്തിന് ഇസ്രായേൽ ജനത പോലും നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് നാം കണ്ടു കഴിഞ്ഞു. ലോകം രക്തദാഹിയായി മാത്രം കാണുന്ന ഒരാൾ സ്വയം വെള്ളപൂശാൻ ശ്രമിക്കുന്ന കാഴ്ച മാത്രമാണിത്. നെഹ്റുവിന്റെ സ്വതന്ത്ര വിദേശ നയം നാം മറന്നു പോകരുത്. ശീതയുദ്ധകാലത്ത് ഏതെങ്കിലും ഒരു ചേരിയിൽ, അതായത് അമേരിക്കയോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനോ ചേരാതെ ഇന്ത്യക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ഈ നയം സഹായിക്കുക മാത്രമല്ല, മാനവികതക്കൊപ്പം നിൽക്കുന്ന ലോകരാജ്യങ്ങൾ ഈ നയത്തിന് കൈയടിച്ചത് നാം പഠിച്ചതാണ്. എല്ലാ രാജ്യങ്ങളുമായും സഹൃദം പുലർത്തുകയും അതേസമയം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് നെഹ്റു സ്വീകരിച്ചത്. ലോകം കൊടും കുറ്റവാളിയായി മാത്രം മുദ്രകുത്തിയ നെതന്യാഹുവിൻ്റെ വാക്കുകൾ മോദിയെയും സംഘപരിവാർ പ്രവർത്തകരെയും ആവേശം കൊള്ളിച്ചേക്കാം. പക്ഷേ മതേതര ഇന്ത്യൻ ജനത ആ ഗണത്തിൽപ്പെടില്ല. അതാണ് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കാണിച്ചു തന്ന ചേരിചേരാ നയം.